ശരിക്കും അത്രയും പേര് ചുറ്റും ഉണ്ടായിട്ടും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി ചെയ്തതല്ല, ഒരിക്കലും അത് സ്ട്രാറ്റജി അല്ലായിരുന്നു. ഒരിക്കലുമല്ല. അങ്ങനെ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ഈ 35ാമത്തെ ദിവസം രേണുസുതി പുറത്ത് വരില്ലായിരുന്നു, പുറത്ത് ഇറങ്ങില്ലായിരുന്നു. ഒരിക്കലും വരത്തില്ല. ഇല്ല ലാലേട്ടാ, സോറി, ഞാൻ ഇനി അങ്ങനെ പറയൂല. നെവിൻ ഇറങ്ങിയിട്ട് കേറിയില്ലേ, കാല് പിടിച്ച്. എനിക്ക് വേണം അവിടെ നിന്ന് കാല് പിടിക്കാറുന്നല്ലോ, കാല് പിടിച്ച് കയറാൻ. ചേച്ചി ഒരുപക്ഷെ ലാലേട്ടൻ വാരാണ് നമുക്ക് പോവാം എന്ന് പറയുമ്പോ രേണു ചേച്ചി പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല ലാലേട്ട ഒരു പ്രാവശ്യം ചാൻസ്, എനിക്ക് അദ്ദേഹത്തെ ധിക്കരിക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തെ ധിക്കരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ, എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹം എന്റെ പേര് വിളിക്കുന്നത് തന്നെ. അത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണേ. ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല അദ്ദേഹം എന്നെ നോക്കി രേണു അല്ലെ വാ, അല്ലെ രേണു സുധി, അല്ലെ രേണു ഒന്ന് അനങ്ങി നടക്ക രേണു, ഫിസിക്കൽ ടാസ്കൊക്കെ എന്താ രേണു, ക്യാമറ പോലെ. ഇതൊന്നും എന്റെ ലൈഫിലെ ഏറ്റവും ചരിത്രം എഴുതുന്ന എന്റെ ലൈഫിലെ ചരിത്രങ്ങളാണ് അത് ഓരോന്നും. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അദ്ദേഹം എന്താ ഭാഗ്യമല്ലേ അതൊക്കെ.